ഹലോ, അപ്പോൾ വെൽക്കം ടു എ ബർത്ത്ഡേ ഡേ ഇൻ മൈ ലൈഫ്. മൂവർ സംഘത്തിലെ ബാക്കി രണ്ടുപേരും ഇന്ന് കുറച്ച് ബിസിയായി കാരണം ഞാനൊരു സോളോ ബർത്ത്ഡേ സെലിബ്രേഷൻ ആട്ടോ ഇന്ന് പ്ലാൻ ചെയ്തേക്കണേ. എൻ്റെ അതിനുവേണ്ടി ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ. ഇവിടെ വന്ന് നോക്കുമ്പോഴോ തിരുവമ്പാടിയും പറമേക്കാവും കൂടി എനിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ ട്രീറ്റ് പ്ലാൻ ചെയ്തേക്കുന്നു. സംഭവം അതല്ല കേട്ടോ, ഇന്ന് കലോത്സവത്തിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. കഴിഞ്ഞ് കുറേ വർഷമായിട്ടുള്ള യൂഷ്വൽ അടിച്ചുപൊളി ബർത്ത്ഡേ പാറ്റേൺ ഈ തവണ ഒരു ചേഞ്ച് വരുത്തിയിട്ട് ഒരു കാം ബർത്ത്ഡേ ആട്ടോ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ചിലവരൊക്കെ ആയിട്ട് കുറച്ച് അകലം പാലിച്ചിരിക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ ഡെലിവറി പറയണ മാതിരി ഈ പിണക്കങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ കുറച്ച് പാടല്ലേ. അപ്പോൾ പിന്നെ കരുതി എല്ലാവരായിട്ടും പറഞ്ഞ് അങ്ങോട്ട് സെറ്റിൽ ചെയ്യാമെന്ന്. അതിപ്പോൾ മനുഷ്യരോടായാലും ദൈവങ്ങളോടായാലും. അല്ലെങ്കിലും അവർക്കൊക്കെ അറിയാം എക്സാം റിസൾട്ട് വരുന്ന സമയമായി ഞാൻ ഓടിപ്പിടിച്ച് ഇവിടെ തന്നെ എത്തുന്നു. പാർമേക്കാവിലും വടക്കുന്നതിലും പോയി നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലൂടെ ഇങ്ങനെ നടന്നു. എന്ത് രസമല്ലേ ഇവിടെ ഇങ്ങനെ നടക്കാം. ഇവിടെ വേറൊരു പ്രത്യേക പോസിറ്റീവ് വൈബാട്ടോ. ശരിക്കും നമ്മൾ പറയില്ലേ ഹോം, ആ ഫീലിംഗ് ആണ് എനിക്ക് എപ്പോൾ തൃശ്ശൂർ വരുമ്പോഴും. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തൃശ്ശൂർ വരവ് വളരെ കുറവാട്ടോ. അച്ഛനോടൊപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റൗണ്ട് അടിക്കാൻ വന്നിരുന്നതാണ്. റൗണ്ടിലൂടെ ഇങ്ങനെ തേരാപ്പാറ നടക്കാൻ തന്നെ എന്ത് രസമല്ലേ. അവിടെ നേരെ കലോത്സവ വേദികളിലേക്ക് പോയിട്ടോ. ചാക്യാർക്കത്തും ഓട്ടംതുള്ളലൊക്കെ കണ്ട് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എന്നെ കാത്തൊരു സമ്മാനം ഇരിക്കണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ആ സമ്മാനം തന്ന ആൾക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഇനിയിപ്പോൾ റെഡിയായി രാത്രി ഞാൻ ഇങ്ങോട്ടാണ് പോകണമെന്നല്ലേ, അതും ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ്. സാധാരണ ജനുവരി മാസങ്ങളിൽ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് അതും പതിവുള്ളതാണ്. അതുകൊണ്ട് ഗോപു വിളിച്ച് നിർമ്മാലയത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും അമ്മയും കൂടെ അങ്ങോട്ട് ഇറങ്ങി. ബർത്ത്ഡേൻ്റെ അന്ന് കാണാൻ പറ്റുമെന്നൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നെങ്കിലും അവിടെയും കണ്ണ് ഞങ്ങൾക്ക് സർപ്രൈസ് തന്നു. അച്ഛനും ഞാനും കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ് നിർമ്മാലയ ദർശനം. ഈ തവണ എങ്കിലും നിർമ്മാലയം തുടങ്ങണമെന്ന് എഴുതിയാട്ടോ ഇറങ്ങി. പക്ഷേ ഞങ്ങൾ പോയ ദിവസം ഒരു വ്യാഴാഴ്ച 1-ാം തീയതി, പിന്നെ ഒന്നും പറയണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് നിർമ്മാലയം തുടങ്ങാൻ പറ്റില്ല. അല്ലെങ്കിലും ചില കടങ്ങളൊക്കെ ബാക്കിയിരിക്കുന്നത് നല്ലതാണല്ലോ. അത് അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റി വയ്ക്കാം. എല്ലാ തവണയും ബർത്ത്ഡേക്ക് ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും സെൽഫ് ഗിഫ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ, എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും. ബർത്ത്ഡേ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്പെഷ്യൽ ഗിഫ്റ്റും കിട്ടി. സോ ഗ്രേറ്റ്ഫുൾ.